അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. ബന്ധങ്ങളിൽ കുറച്ച് തിരച്ചിലിന് സാധ്യത കാണുന്ന ദിനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയോടെ വിശ്വസ്തത കാണിക്കുവാനാകുന്നില്ലെങ്കിൽ ആ ബന്ധം ആദ്യം വേർപെടുത്താമെന്ന് ഉറപ്പുവരുത്തുക. ഏരിസ് റൊമാൻസ്. വളരെ വിശിഷ്ടവും രസകരവുമായ സ്വഭാവമുള്ള ഒരു വ്യക്തിയുമായി കണ്ടുമുട്ടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ ഇന്ന് കണ്ടുമുട്ടും. ഈ ബന്ധത്തിൽ ഒരുപാട് ജീവനുണ്ടാകും. കാരണം നിങ്ങൾ ഇരുവരും വെല്ലുവിളികൾ ഇഷ്ടപ്പെടുന്ന മടുപ്പിനെ വെറുക്കുന്നു. ഈ വ്യക്തി നിങ്ങളെ എപ്പോഴും ഉണർന്നിരിക്കുവാൻ സഹായിക്കും. നിങ്ങൾ തിരിച്ചും. ഏരിസ് കരിയർ. കഴിയുമെങ്കിൽ നിങ്ങളുടെ വിദഗ്ധോപദേശം ആവശ്യമുള്ള ഒരു സുഹൃത്തിനെ സഹായിക്കുക. അവർക്ക് വേണ്ടി കാര്യങ്ങൾ സ്വയം ചെയ്തു കൊടുക്കാതെ അവർക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആവശ്യ സമയത്തുള്ള നിങ്ങളുടെ ഈ സഹായം വിലമതിക്കപ്പെടും. ഈ സുഹൃത്തിന്റെ സഹായം പിന്നീടൊരിക്കൽ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലെ ചില വിഷമഘട്ടത്തിൽ നിങ്ങൾക്ക് സഹായകരമായേക്കാം. അതുകൊണ്ട് തന്നെ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചെത്തുമെന്ന് മറക്കാതിരിക്കുക. ഏരിസ് ഫൈനാൻസ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ കഠിനമായി നിൽക്കാതെ വരും വരായികളുമായി യോജിക്കുകയും അപകടങ്ങളെന്ന് തോന്നുന്നതിനെ നേരിടുകയും വേണം. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഇന്ന് തുടങ്ങിവെക്കുക. മാറുന്ന സമയത്തിനനുസരിച്ച് നിങ്ങളുടെ വ്യാപാരത്തിന്റെ ശ്രദ്ധയും മാറ്റുക. പെട്ടെന്ന് പണമുണ്ടാക്കുന്ന പദ്ധതികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. എന്നാൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാവുന്ന രംഗങ്ങളെക്കുറിച്ച് സാധാരണത്തിൽ നിന്നും ഒട്ടൊന്നു മാറി തന്നെ ചിന്തിക്കുക. നിങ്ങൾ സ്വയം മതിക്കുന്നതിനേക്കാൾ കൂടുതൽ ആശയങ്ങൾ നിങ്ങളിലുണ്ട്. ഏരിസ് ഹെൽത്ത്. ആരോഗ്യ സംബന്ധിയായ വിഷയത്തിൽ ഇന്ന് നിങ്ങൾക്കൊരു നല്ല ദിനമല്ല. പനിക്കും ശരീരവേദനയ്ക്കും സാധ്യത കാണുന്നു. മൂടിപ്പുതയ്ക്കുക. ആവശ്യത്തിന് മുൻകരുതലുകൾ എടുക്കുക. കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ അവഗണിക്കാതെ ഒരു ഡോക്ടറെ കാണുക. ടോറസ് ഓവർവ്യൂ. ഇന്നത്തെ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ ഉന്നതിയിലാണ്. നിങ്ങളുടെ ഉൽപാദന പരിധിക്ക് നിങ്ങൾക്ക് പ്രശംസകൾ സാവീകരിക്കേണ്ടി വരും. നിങ്ങളുടെ ഈ ഉൽപാദനപരതയും നല്ല ഊർജത്തിന്റെ വ്യാപാരവും കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെ തുടരുന്നതിന് സഹായിക്കും. ഇന്ന് നിങ്ങൾ തീർച്ചയായും ചില തടസ്സങ്ങളെ തരണം ചെയ്യും. ടോറസ് റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിയുടെയും ഇടയ്ക്ക് കയറുവാൻ ശ്രമിക്കുന്ന ഏതൊരാളെക്കുറിച്ചും ഇന്ന് നിങ്ങൾ കുറച്ച് സംശയദൃഷ്ടി വെക്കണം. ഈ വ്യക്തിക്ക് നിങ്ങളുടെ താല്പര്യങ്ങളുടെ ഒരു മമതയുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് ഇവർ കയറി വരുന്നത് ആവതും കുറയ്ക്കണം. നിങ്ങളുടെ പങ്കാളിയുമൊത്ത് നേരിട്ട് വ്യക്തതയോടെ സംസാരിക്കുക. അത് കാര്യങ്ങൾ എളുപ്പമാക്കും. ടോറസ് കരിയർ. പുതിയ ബിസിനസ് ആരംഭിക്കാനായി നിങ്ങളുടെ സ്ഥാപനം നിങ്ങളെ വിദേശത്തേക്ക് അയക്കാൻ തയ്യാറായേക്കും. എന്നാൽ നിങ്ങളുടെ യാത്രയുടെ ഫലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവാം. നിങ്ങളുടെ ആകാംക്ഷ ആവശ്യമില്ലാത്തതാണ്. നിങ്ങൾ ഒരു നക്ഷത്രമാവും. ഇതുവരെ തടസ്സപ്പെട്ടിരുന്ന ധാരാളം പദ്ധതികൾ നന്നായി അവസാനിക്കാൻ നീക്കമുണ്ടാവും. ടോറസ് ഫൈനാൻസ്. ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു ദിനമാണ്. നിങ്ങളുടെ ജോലി നല്ല രീതിയിൽ വളരും. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനും പുതിയ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും കഴിയാവുന്ന എല്ലാ വശങ്ങളും തിരയുക. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യാപാരത്തിന്റെ വലിപ്പം ഇതിലും വർദ്ധിപ്പിക്കുവാനായേക്കും. ഇന്നത്തെ ഈ സാമ്പത്തിക ലാഭത്തിൽ നിന്നും കുറച്ച് വരും ദിനങ്ങളിൽ ഉണ്ടായേക്കാവുന്ന കഷ്ടദിനങ്ങളിലേക്കായി കരുതി വയ്ക്കും. ടോറസ് ഹെൽത്ത്. നിങ്ങൾക്ക് ഈയിടെയായി ശ്വാസോച്ഛ്വാസ സംബന്ധിയായ അസുഖങ്ങളുണ്ടെങ്കിൽ ഇന്ന് അതിന് കുറച്ച് ശമനമുള്ളതായി നിങ്ങൾക്ക് തോന്നും. ഈ പ്രത്യേക പ്രശ്നം നിങ്ങളെ കുറച്ചു കാലമായി ശല്യപ്പെടുത്തുന്നതിനാൽ ഇത് തികച്ചും സ്വാഗതാർഹമായിരിക്കും. അസുഖ ലക്ഷണങ്ങൾ ഇപ്പോഴും വന്നും പോയും കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഡോക്ടറുടെ ഉപദേശം തേടുക. അല്ലെങ്കിൽ ഈ പുരോഗതിയിലുണ്ടായ ശാന്തിയിൽ സന്തോഷമായിരിക്കുക. ജെമിനി ഓവർവ്യൂ. ഇന്ന് നിങ്ങൾ വീട്ടിൽ തൃപ്തികരമായ ദിവസം ചിലവഴിക്കും. എത്രമാത്രം പ്രാധാന്യവുമുണ്ട് കുടുംബജീവിതത്തിന് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ കഴിഞ്ഞ കാലങ്ങളിലെ കാര്യങ്ങളിൽ മുഴുകി ജീവിച്ചിരിക്കുകയായിരിക്കും. നിങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ റിലാക്സ് ചെയ്യാനും പുറത്തോട്ട് പോകുന്നതിനുള്ള ഒരു നല്ല സമയത്തിന് പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജെമിനി റൊമാൻസ്. നിങ്ങൾ ഒറ്റയാണെങ്കിൽ കുറച്ചു കാലമായി ഒരു പങ്കാളിക്കുള്ള തിരച്ചിലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു വ്യക്തിയെ ഇന്ന് കണ്ടുമുട്ടിയേക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതുവരേക്കും നിങ്ങളുടെ സുഹൃത്തായിരുന്ന ഇപ്പോൾ അതിൽ കവിഞ്ഞ എന്തോ താല്പര്യം നിങ്ങൾക്ക് അവരോടുള്ളതുമായ ഒരു വ്യക്തിയുമൊത്ത് ഇന്ന് നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഉണ്ടാകും. ഇന്ന് ഒഴുക്കിനനുസരിച്ച് പോകുക. ഈ ഒഴുക്ക് നിങ്ങളെ എങ്ങോട്ടെത്തിക്കുമെന്നറിയില്ലല്ലോ. ജെമിനി കരിയർ. നിങ്ങൾക്ക് ഈയിടെയായി തൊഴിലില്ലായിരുന്നുവെങ്കിൽ ആ സുപ്രധാന അവസരം ഇന്ന് നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആ ശുഭവാർത്ത ഇന്നെത്തും. നിങ്ങളുടെ ക്ഷമ വിജയം കണ്ടിരിക്കുന്നു. ജെമിനി ഫൈനാൻസ്.
ഇന്ന് നിങ്ങൾ വിദേശത്തുള്ള ആരെങ്കിലുമായി കൂട്ടുകൂടുക. നിങ്ങൾ ഇരുവരുടെയും സാമ്പത്തിക നില ഭദ്രമാക്കുന്നതിന് അത് ഉപകരിക്കും. നിങ്ങൾ ശരിയായ ഒരു പങ്കാളിയെയാണ് കൂട്ടുപിടിക്കുന്നതെങ്കിൽ നിങ്ങൾക്കാലോചിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടും. നിങ്ങൾ ആരുമൊത്താണ് കൂട്ടുകൂടുന്നതെന്ന് നല്ലവണ്ണം ആലോചിക്കുക. നിങ്ങൾ തമ്മിലുള്ള എല്ലാ വ്യവസ്ഥകളും തുറന്നു സംസാരിക്കുക. എന്നാൽ പങ്കാളിത്തവുമായി മുന്നോട്ടു പോകുക. വിദേശ പങ്കാളിത്തം നിങ്ങൾക്ക് വളരെ ആദായകരമായ കരാറുകൾ ലഭിക്കുവാൻ ഇടവരുത്തും. ജെമിനി ഹെൽത്ത്. ഇന്നത്തെ ദിനം വിശ്രമത്തിനുള്ളതാണ്. ഇത് മടിയുടെയും ഉന്മേഷക്കുറവിന്റെയും ദിനമല്ല. എന്നിരുന്നാലും ഇത് ഉറക്കത്തിന്റെയും മാനസിക ശാരീരിക വിശ്രമത്തിന്റെയും ദിനമാണ്. വിശ്രമത്തിന്റെ ഈ ഇടവേള നിങ്ങളുടെ മനസ്സിനും ആരോഗ്യത്തിനും മൂഡിനും ഗുണം ചെയ്യും. ക്യാൻസർ ഓവർവ്യൂ. നിങ്ങളുടെ സ്നേഹിതയ്ക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. അതിനാൽ ഒരുമിച്ച് പുറത്തു പോവുകയോ ഈ സന്ദർഭം ഒരുമിച്ച് ആഘോഷിക്കുകയോ ചെയ്യുക. അടുത്ത കുടുംബക്കാരുമായി ഒരു ചെറിയ യാത്ര പോകാൻ പറ്റിയ ദിവസമാണ്. ഇന്ന് വളരെ കൂട്ടായ്മയും അടുപ്പവും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ക്യാൻസർ റൊമാൻസ്. സത്യസന്ധമല്ലാത്ത ഒരു വഴിയിലൂടെ നിങ്ങൾ ഒരാളോട് ഇന്ന് പെരുമാറുവാൻ സാധ്യത കാണുന്നതിനാൽ ഇന്ന് അനുരാഗത്തിന്റെ കാര്യത്തിൽ കുറച്ച് ജാഗരൂകമായിരിക്കുന്നത് നല്ലതാണ്. ആരെങ്കിലും നിങ്ങളെ ഈയിടെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കുക. അവർ പറയുന്നതും ഈ ബന്ധവും സത്യസന്ധമോ എന്ന് ഒന്നുകൂടി ആലോചിക്കുക. ഈ വ്യക്തി ചെയ്തതിൽ എന്തെങ്കിലും വെറും ഹ്രസ്വകാല ലാഭത്തിനായിട്ടാണോ എന്ന് ഒന്നുകൂടി ആലോചിക്കുക. ഇന്ന് വളരെയധികം സ്വയം സംരക്ഷണം ആവശ്യമാണ്. ക്യാൻസർ കരിയർ. ഒരു പുതിയ ജോലി നിങ്ങളിലെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കും. സ്ഥാപനത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണമെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വരും. എന്നാൽ ശുഭവാർത്ത എന്തെന്നാൽ നിങ്ങളുടെ ഈ കഠിനാധ്വാനം ഫലം നൽകുമെന്നതാണ്. ഓഫീസിൽ നിങ്ങൾക്ക് ഒരു പുതിയ പദ്ധതി നടപ്പാക്കുവാൻ അവസരം ലഭിക്കുന്നതിനോടൊപ്പം അത് നിങ്ങളുടെ സാങ്കേതിക കഴിവിനെ വെല്ലുവിളിക്കുകയും ചെയ്യും. ആത്മാർത്ഥതയോടെ ജോലി ചെയ്ത് വിജയം കൈവരിക്കുക. അതിനുള്ള പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കും. ക്യാൻസർ ഫൈനാൻസ്. നിങ്ങൾ നിങ്ങളുടെ വീട് പുതുക്കിപ്പണിയുവാനുള്ള അല്ലെങ്കിൽ അതിലും ഉപരിയായി പുതിയതൊന്ന് വാങ്ങുവാനുള്ള തീരുമാനമെടുക്കുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടേതല്ലാത്ത ഒരു വീടിനായി പണം മുടക്കുവാനും നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ താമസിക്കുന്നിടം ഒന്നുകൂടി വിപുലപ്പെടുത്തുവാൻ തീരുമാനിച്ചേക്കാം. ഈ വക കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുവാൻ പറ്റിയ ദിനമാണിന്ന്. കാരണം ഇച്ഛാനുസൃതമായത് ലഭിക്കുമെന്നത് തന്നെ. ക്യാൻസർ ഹെൽത്ത്. ഇന്ന് ചെറുതായൊരു ദുഃഖം നിങ്ങളിലുണ്ടാകും. ചിലപ്പോഴൊക്കെ ജീവിതം വെല്ലുവിളി നിറഞ്ഞതാകാം. നിങ്ങളുടെ മൂഡ് നിങ്ങൾക്ക് ഹാനികരമാകാതിരിക്കുവാൻ ശ്രമിക്കുക. പകരം മൂഡിനെ നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കി നിങ്ങൾക്ക് നല്ലത് വരുത്തുവാൻ ശ്രമിക്കുക. ഇന്ന് സംഭവിക്കുന്നതിനെല്ലാം അനാവശ്യ അർത്ഥങ്ങൾ നൽകാതിരിക്കുക. സന്തോഷിക്കുക. നാളെ മറ്റൊരു ദിനമാണ്. ലിയോ ഓവർവ്യൂ. ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ തിരിച്ചു കിട്ടുന്നതിനായി അനുഭവപ്പെടും. എങ്ങനെയായാലും ഇതിനായി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു തുടക്കം ആവശ്യമാണ്. ഇങ്ങനെ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലൂടെ നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കുമെന്ന് മാത്രമല്ല നിങ്ങൾക്കിടയിലെ ബന്ധവും കരുതലും കൂടും. ലിയോ റൊമാൻസ്. നിങ്ങളുടെ വിവാഹം നടക്കുവാൻ പോകുകയാണെങ്കിൽ ഇന്ന് അനാവശ്യ വാഗ്വാദങ്ങളോ ഇച്ഛാഭംഗങ്ങളോ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം അനുരാഗത്തിൽ ഇന്ന് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. അശുഭമായ ഗ്രഹസ്ഥിതി ഇന്ന് വിഷമതകൾക്ക് കാരണമായേക്കാം. സാധ്യമാവുന്നിടത്തോളം പരസ്പര ധാരണയ്ക്കിന്ന് ശ്രമിക്കുക. ലിയോ കരിയർ. നിങ്ങളുടെ മാനസികോർജം അതിന്റെ ഉത്തുംഗത്തിലാണ്. കൂടാതെ വാർത്താവിനിമയത്തിനുള്ള നിങ്ങളുടെ കഴിവ് ഒരിക്കലും ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നിട്ടില്ല. നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാനാകുമോ എന്നറിയുക. നിങ്ങളുടെ പക്കൽ മറ്റുള്ളവർക്ക് നൽകുവാനായി ഒരുപാടുള്ളതുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെ സ്വയം കുറച്ച് കാണരുത്. നിങ്ങൾ ശ്രമിക്കാതിരുന്നാൽ ഒരു പുതിയ രംഗത്ത് നിങ്ങൾ വിജയിക്കുമോ എന്ന് പറയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ശ്രമിക്കുക. ലിയോ ഫൈനാൻസ്. നിങ്ങളുടെ സാമ്പത്തിക രംഗം കൃത്യതയുള്ളതാക്കുവാനും അടുക്കും ചിട്ടയുമുള്ളതാക്കുവാനുമുള്ള ദിനമാണിന്ന്. നിങ്ങൾ ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഊഹക്കച്ചവടത്തിൽ നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ അതിലേക്കെടുത്ത് ചാടാവുന്ന ദിനമാണിന്ന്. ഈ രംഗവുമായി ബന്ധപ്പെട്ട് പണം സമ്പാദിക്കുവാനായിട്ടുള്ള സുഹൃത്തുക്കളുടെ സഹായത്താൽ പറ്റിയ സ്കീം ഏതെന്നറിഞ്ഞ് അതിലൊരു കൈ നോക്കുക. തുടക്കത്തിൽ നഷ്ടപ്പെടുത്താവുന്നതിൽ കൂടുതൽ നിക്ഷേപിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വളരാം. നിക്ഷേപ കാര്യത്തിൽ നിങ്ങൾ വളരെ നല്ലവനാണെന്ന് നിങ്ങൾ അറിയും. ലിയോ ഹെൽത്ത്. കാഴ്ചയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. നിങ്ങൾ ഈയിടെയായി അത് അവഗണിക്കുകയായിരുന്നു. വ്യക്തമല്ലാത്ത കാഴ്ചയും തലയ്ക്കു മന്ദതയുമായി പൊരുത്തപ്പെടുവാൻ നിങ്ങൾ നിങ്ങളെ അഭ്യസിപ്പിച്ചിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ ഇന്നൊരു കണ്ണ് ഡോക്ടറെ സന്ദർശിച്ച് പ്രശ്നത്തിന് പരിഹാരം ആരായുക. നിങ്ങൾ അറിയാതെ തന്നെ പ്രശ്നം മെല്ലെ മെല്ലെ മോശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഇന്ന് ഇതുമായുള്ള നേർവഴി കാണുമെന്ന് ഉറപ്പുവരുത്തുക. Virgo, overview. അടുത്ത കാലത്തുള്ള സാമൂഹ്യ പ്രവർത്തകരിലും പാർട്ടിക്കും ശേഷം ഇന്ന് വെറുതെ ഇരിക്കാനും റിലാക്സ് ചെയ്യാനും ഇഷ്ടപ്പെടുന്നു. കുറച്ചു സമയം വീട്ടുകാരുമൊത്ത് വീട്ടിന് ചുറ്റുമിരുന്ന് തമാശകൾ പറഞ്ഞ് സന്തോഷിക്കുക. ഇത് നിങ്ങളുടെ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കും. ഇത് നിങ്ങളെ സന്ദർശിക്കാൻ ആരെങ്കിലും വന്നാൽ പ്രതിഫലിക്കാതിരിക്കുക. Virgo, romance. നിങ്ങളിൽ മിക്കവർക്കും ഇന്ന് വീട്ടിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതായി കാണാം. വാക്ക് തർക്കങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ചുറ്റിലും ഇപ്പോൾ സ്നേഹവും ഊഷ്മളതയുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുവാൻ ഇത് നല്ലൊരവസരമാണ്. പങ്കാളിയോടുള്ളതു മാത്രമല്ല, കുട്ടികളോടുള്ളതും ഈ അവസരത്തിൽ നിങ്ങളുടെ അനുരാഗവും പൂർണ്ണ സംതൃപ്തി നൽകുന്നതായി കാണാം. അത് ആസ്വദിക്കുക. Virgo, career. കീഴ്ജീവനക്കാരെ നിയന്ത്രിക്കുന്നത് ഒരു വെല്ലുവിളി പോലെയാണ്. എന്നാൽ ജോലിയിലെ കഠിനമായ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിക്കും. പ്രതിബദ്ധതയുള്ള തൊഴിലാളികളുടെ മെച്ചപ്പെട്ട സംഘടനാ പ്രവർത്തനം നിങ്ങളുടെ മത്സരത്തിൽ പ്രധാന പങ്ക് വഹിക്കുകയും നിങ്ങളുടെ എല്ലാ കഠിന ജോലികളും ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. കഴിവിലൂടെ ഉയർന്ന ലാഭം ലഭിക്കുന്നതിനായി സാങ്കേതികപരമായി നിങ്ങളുടെ തൊഴിൽ സ്ഥലം മെച്ചപ്പെടുത്തുന്നതിനായി നോക്കാവുന്നതാണ്. ലാഭകരമായ ചില ഇടപാടുകൾ ലഭിക്കുന്നതിനായി ഇന്ന് നിങ്ങളുടെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. Virgo, finance. എന്തെങ്കിലും ലൗകിക സുഖം നൽകുന്ന ആഡംബര വസ്തുവിനായി ഇന്ന് നിങ്ങൾ കാർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നിടത്തോ അല്ലെങ്കിൽ വ്യാപാര സമുച്ചയങ്ങളിലോ ചുറ്റിത്തിരിയുന്നത് കാണാം. സാമ്പത്തിക ലൗകിക മെച്ചങ്ങൾ ഇന്ന് വളരെ ഉയർന്നതാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വളരെ വില കൂടിയതെന്തെങ്കിലും നിങ്ങൾ സ്വന്തമാക്കിയേക്കാം. ഭൂമി അല്ലെങ്കിൽ വസ്തു പോലെ എന്തെങ്കിലും രണ്ടായാലും വരും ദിനങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇന്നലകളതിനേക്കാൾ ഏറെ വളരെ മെച്ചമുള്ളതായിരിക്കും. Virgo, health. വഴിയിലിറങ്ങുമ്പോൾ സൂക്ഷിക്കുക. വഴി അപകടങ്ങൾക്കുള്ള സാധ്യത ഇന്ന് വളരെ കൂടുതലാണ്. അപകടകരമായ അവസ്ഥകൾ ഒഴിവാക്കുന്നതിനായി ഇന്ന് നിങ്ങൾ എല്ലാ ട്രാഫിക് നിയമങ്ങളും പാലിക്കുന്നുവെന്നും അധിക ശ്രദ്ധ ചെലുത്തുന്നുവെന്നും ഉറപ്പുവരുത്തുക. വേഗത അതിന്റെ നിയന്ത്രണ രേഖയ്ക്ക് താഴെയാണെന്നും നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്നുവെന്നും ഉറപ്പുവരുത്തുക. ഹെൽമറ്റ് ധരിച്ചിരിക്കുന്നുവെന്നും വഴിയിൽ വെച്ച് മുൻകോപം വരുന്നില്ലെന്നും ഉറപ്പുവരുത്തുക. Libra, overview. സുഹൃത്തുക്കളുമായി സന്തോഷിക്കുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുക. കഠിനാധ്വാനവും മാനസിക പിരിമുറുക്കവും എല്ലാ ദിവസവും നിങ്ങളെ ഞെരുക്കുന്നുണ്ടാവും. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാനും കൂട്ടുകാരുമൊത്ത് ഉല്ലസിക്കാനും ഉള്ള ഒരവസരം ലഭിച്ചു. അത് നിങ്ങൾക്ക് റിലാക്സേഷനും ഉത്തേജനവും തരും. Libra, romance. ഇന്ന് നിങ്ങളുടെ ഇമെയിലിൽ അല്ലെങ്കിൽ ഫോണിൽ നിങ്ങൾക്ക് ആശ്ചര്യം തുളുമ്പുന്ന ഒരു സന്ദേശം ലഭിക്കും. ഒരു പുതിയ സുഹൃത്ത് അവരുടെ കെട്ടിക്കിടക്കുന്ന അനുരാഗം നിങ്ങളെ അറിയിക്കും. പിന്നോട്ടടിക്കണ്ട. ഈ വാർത്ത ക്ഷമയോടെയും തുറന്ന മനസ്സോടെയും എടുക്കുക. ഈ ബന്ധം വരുവാനുള്ള സാധ്യത വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ എങ്ങോട്ടെടുക്കുന്നുവെന്ന് ഒന്ന് നോക്കിയാൽ എന്താണ്. Libra, career. ഇന്ന് ജോലിയോടനുബന്ധിച്ച് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പര്യവസാനിക്കും. ഓൾ മീറ്റിങ്ങുകളൊന്നും നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് പെട്ടെന്ന് എവിടെ നിന്നോ പൊട്ടിവീഴുവാനോ അല്ലെങ്കിൽ അവിചാരിതമായി ആരെങ്കിലുമായി ബന്ധപ്പെടുവാനോ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണമുണ്ടാക്കും. ഈ സമയത്ത് നടക്കുന്ന ഏതൊരു മീറ്റിങ്ങുകളും ഗുണകരമായിരിക്കും. Libra, finance. ഇന്ന് ചില സാമ്പത്തിക മർദ്ദങ്ങൾക്ക് സാധ്യത കാണുന്നു. നല്ല വാർത്ത എന്തെന്നാൽ ഈ മർദ്ദത്തിലും നിങ്ങൾ പതറാതെ ഉദ്ദേശിക്കുന്ന ഫലം കൈവരിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക. അവ നേടുവാനുള്ള പദ്ധതികളും. നിങ്ങളുടെ മേൽ എത്ര മർദ്ദം വന്നാലും നിങ്ങൾ അവയെ വളരെ എളുപ്പം നേരിട്ട് വിജയിച്ചു കയറുമെന്ന് ഉറപ്പാണ്. Libra, health. നിങ്ങൾക്കുണ്ടാകുന്ന മിക്കവാറും അസുഖങ്ങൾക്ക് കാരണം ഭക്ഷണകാര്യത്തിലെ അശ്രദ്ധയും വ്യായാമത്തിന്റെ കുറവും മനസ്സിൽ നല്ല ചിന്തകളുടെ കുറവുമാണെന്ന് നിങ്ങൾക്കുടൻ മനസ്സിലാകും. പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുവാനും പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ് എന്നിവ ആവുന്നത്ര കുറയ്ക്കുവാനും ശ്രദ്ധിക്കുക. അശുഭചിന്തകൾ കുറയ്ക്കുന്നത് നിങ്ങൾക്ക് അസുഖങ്ങൾ ആവർത്തിക്കുന്നത് തടയും. ഇന്ന് ധാരാളമായി വ്യായാമം ചെയ്യുക. Scorpio, overview. നിങ്ങൾ ശരിയായ രീതിയിൽ പെരുമാറാത്തതിനാൽ നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പറയുന്നതിന് മുമ്പ് ചിന്തിക്കുകയും, കാരണം നിങ്ങളുടെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും അതുകൊണ്ട് ആ രീതിയിലുള്ള തീജ്വാല തണുപ്പിക്കുക. തുടരെയുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങളെ അതിൽ വലിച്ചു വയ്ക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ തന്നെ പ്രതിഫലിപ്പിക്കാൻ എഴുത്തിലൂടെ കഴിയും. അത് നിങ്ങളുടെ കാഴ്ചപ്പാട് വെളിച്ചത്ത് കൊണ്ടുവരും. അല്ലെങ്കിൽ മറ്റൊരു പോംവഴിയും ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. Scorpio, romance.
ഇന്ന് നിങ്ങളുടെ അനുരാഗ ജീവിതം കാത്തു സൂക്ഷിക്കുവാനായി നല്ല മനക്കരുത്തുണ്ടാകണമെന്ന് കാണുന്നു. നിങ്ങൾ ദീർഘകാലമായി ഈ ബന്ധത്തിൽ തന്നെയായിരുന്നുവെങ്കിൽ ആ ബന്ധം കാത്തു സൂക്ഷിക്കുവാനായി വികാരങ്ങളുടെ മുകളിൽ നിയന്ത്രണം ആവശ്യമായി വരും. നിങ്ങളുടെ പരസ്പര ബന്ധത്തിന് എന്തു പറ്റിയെന്നും സ്നേഹമെല്ലാം എവിടെ പോയി മറഞ്ഞുവെന്നും നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കാം. സത്യത്തിൽ പ്രശ്നങ്ങളും തടസ്സങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്ര വലുതല്ല. അതുകൊണ്ട് തന്നെ മനസ്സിൽ വ്യക്തതയോടെ പൂർണ്ണരൂപം മാത്രം കാണുക. നിങ്ങൾ എളുപ്പത്തിൽ സ്ഥിരതയിലെത്തും. സ്കോർപിയോ കരിയർ. നിങ്ങളുടെ കുറഞ്ഞ ഊർജ്ജനില ഔദ്യോഗിക രംഗത്തെ ചില തടസ്സങ്ങൾക്ക് കാരണമാക്കും. ഈ മാനസിക നില ചില ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെ വ്യക്തമായി തന്നെ കാണാനാകും. ശാന്തമായിരിക്കുക, കാരണം തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് വിവരങ്ങളുടെ ആവശ്യമുണ്ട്. നിങ്ങളുടെ പക്കൽ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതുവരേക്കും കാത്തിരിക്കുക. സ്കോർപിയോ ഫൈനാൻസ്. ഭാവി പരിപാടികൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് ക്ഷമയോടെ ആലോചിക്കുക. തിരക്ക് പിടിച്ച് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് അനുകൂലമായിരിക്കുകയല്ലെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ചില ഹ്രസ്വകാല നേട്ടങ്ങൾ നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ പെട്ടെന്ന് തീരുമാനിക്കേണ്ടി വന്നേക്കാം. എന്നാൽ വല്ലാതെ തിരക്ക് പിടിച്ചുള്ള തീരുമാനമെടുക്കൽ മൂലം നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. തീരുമാനങ്ങൾ എടുക്കുക ബുദ്ധിപൂർവം. സ്കോർപിയോ ഹെൽത്ത്. മാനസികമായി മുഷിപ്പ് തോന്നും. അതുകൊണ്ടുള്ള ഉന്മേഷക്കുറവും ക്ഷീണവും തോന്നും. ഇതിൽ നിന്നും നിങ്ങൾ നിങ്ങളെ സ്വയം പുറത്തു കടത്തണം. മെത്തയിൽ നിന്നും സ്വയം എഴുന്നേൽക്കണം. ജിമ്മിലേക്ക് നിങ്ങൾ നിങ്ങളെ എടുക്കണം. കുറച്ചു നേരത്തെ നല്ല വ്യായാമം നിങ്ങളുടെ ഊർജ്ജസ്ഥിതി ഉയർത്തും. നിങ്ങളുടെ ഉന്മേഷം വീണ്ടും കിട്ടും. മുഷിപ്പിന്റെ ഈ കാലഘട്ടം കടന്നുപോകും. സജിറ്റേറിയസ് ഓവർവ്യൂ. ഇന്ന് നിന്റെ മാനസിക ഊർജം അത്യധികമാണ്. പ്രശ്നങ്ങളിൽ പോലും സാധ്യതകൾ കാണാൻ കഴിയും. ഇന്ന് നിങ്ങൾക്ക് ഇത് ഒരു മൂല്യമായിരിക്കും. ഇത്തരത്തിലുള്ള പ്രവണതകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിയേക്കും. മുമ്പ് നിങ്ങൾ മാറ്റിവെച്ച എല്ലാ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാൻ പറ്റിയ സമയം ഇതാണ്. സജിറ്റേറിയസ് റൊമാൻസ്. ഒരു പുതിയ അനുരാഗം ഇന്ന് ജീവിതത്തിന് കൂടുതൽ എരിവ് നൽകും. നിങ്ങളെ സന്തോഷകരമായ ഒരു മൂഡിൽ ഇന്ന് നിലനിർത്തുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ പങ്കാളിയുമൊത്ത് ഒരു വിനോദയാത്ര പോകുമെന്നും അതിനാൽ പങ്കാളിയുമൊത്തുള്ള കൂട്ട് കൂടുതൽ ആസ്വദിക്കുമെന്നും കൂടി കാണുന്നു. ഇത് നിങ്ങൾ ഇരുവരുടെയും ഊർജത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും സ്നേഹം വർദ്ധിപ്പിക്കുമെന്നും മാത്രമല്ല, പരസ്പരം മനസ്സിലാക്കുവാൻ ഒരവസരം നൽകുകയും ചെയ്യും. സജിറ്റേറിയസ് കരിയർ. നിങ്ങൾ അച്ചടി അല്ലെങ്കിൽ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല ദിവസമാണ്. പ്രശംസകളും കരാറുകളും നിങ്ങളെ തേടിയെത്തുന്നതായി നിങ്ങൾക്കിന്ന് കാണാം. ഇത് നിങ്ങൾ അർഹിക്കുന്നത് തന്നെ. ഇതുവരേക്കും നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലമാണിത്. അതുകൊണ്ട് തന്നെ അത് ആസ്വദിക്കുക. സജിറ്റേറിയസ് ഫൈനാൻസ്. ധനമോ വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലും വസ്തുവോ ഇന്ന് നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു. നിരാശപ്പെടുത്തുന്ന നഷ്ടങ്ങൾക്ക് നിങ്ങൾ ഇന്ന് അടിമയാകും. പണം തുടങ്ങി നിങ്ങൾക്ക് അത്യാവശ്യമുള്ള വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളുടെ കാര്യത്തിലും ഇന്ന് നല്ല ശ്രദ്ധ വേണം. അവ സുരക്ഷിതമായി ഒളിഞ്ഞു നോട്ടക്കാർക്ക് എത്താത്തിടത്ത് സൂക്ഷിക്കുക. സജിറ്റേറിയസ് ഹെൽത്ത്. ഉറച്ച മാംസപേശികൾക്കായി നിങ്ങൾ ഒരു ജിമ്മിൽ ചേരുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനു മുമ്പായി ഒരു വൈദ്യശാസ്ത്രജ്ഞന്റെ അഭിപ്രായം തേടുക. അവരിൽ നിന്നും ലഭിക്കുന്ന ഉപദേശം നിങ്ങൾക്ക് മാർഗദർശകമായിരിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഹാനികരമായേക്കാവുന്ന വ്യായാമങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും അത് സഹായിക്കും. അതോടൊപ്പം നിത്യവും സമ്പുഷ്ടവും ആരോഗ്യകരവുമായ ഭക്ഷണവും ശീലമാക്കുക. അതില്ലെങ്കിൽ വ്യായാമം ഒരുപക്ഷെ തിരിച്ചടിച്ചേക്കാം. കാപ്രിക്കോൺ ഓവർവ്യൂ. പഴയ ഓർമ്മകൾ വന്നതുകൊണ്ടാകാം നിങ്ങളുടെ മുഖത്ത് പെട്ടെന്ന് പുഞ്ചിരി പ്രത്യക്ഷമായത്. ചെറിയ സന്തോഷം നൽകുന്ന ഈ ദിവസം ഭാഗ്യകരവും ശ്രദ്ധാകർഷിക്കുന്നതുമാകും. ഈ വസ്തുതയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ മനസ്സെന്താണെന്ന് അറിയാൻ സാധിക്കുന്നു. ഈ ദിവസം നിങ്ങൾ ഭാഗ്യവാനാണെന്ന് കരുതുക. കാപ്രിക്കോൺ റൊമാൻസ്. അനുരാഗത്തിന്റെ കാര്യത്തിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കാലുകളിൽ നിന്നും തട്ടി വീഴ്ത്തുന്ന ഏതൊരു വ്യക്തിയെക്കുറിച്ചും ശ്രദ്ധയോടെ ഇരിക്കണം. ഇതെല്ലാം യക്ഷിക്കഥകളിൽ കേൾക്കുവാൻ കൊള്ളാം. എന്നാൽ അവർ നിങ്ങളുടെ അടി പുഴക്കിയാൽ നിങ്ങൾക്ക് നിലത്ത് അടിയുറച്ചു നിൽക്കുവാനാകില്ല. സത്യമാകുവാൻ സാധ്യതയില്ലാത്ത അനുമോദനങ്ങളും കാൽപ്പനികതകളും ഇന്ന് ശ്രദ്ധിക്കുക. കാരണം ഇന്ന് വരാനിരിക്കുന്നതിലും അധികം ആ കൂട്ടത്തിലുള്ളതാണ്. ഇന്ന് പുതിയ അനുരാഗമൊന്നും തുടങ്ങാതിരിക്കുകയായിരിക്കും നല്ലത്. കാപ്രിക്കോൺ കരിയർ. ജോലിയിൽ വിജയം കൈവരിക്കുന്നതിന് ആത്മവിശ്വാസം വളർത്തുന്നത് സഹായകരമാകും. ജോലിയിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കുക. ജോലിസ്ഥലത്ത് ഒരു നേതാവിന്റെ സ്ഥാനം കരസ്ഥമാക്കുക. ജോലിയിൽ അവഗണിക്കുവാനുള്ള നിങ്ങളുടെ ശൈലി കൂടുതൽ ജോലിഭാരത്തിനും മാനസിക പിരിമുറുക്കത്തിനും ഇടവരുത്തും.
അധിക ജോലികളിൽ നിന്നും ഓടിയൊളിക്കുന്നവർ മേലാളന്മാരുടെ അപ്രീതി പാത്രീഭവിക്കും. ഔദ്യോഗിക വിജയത്തിന് അടിസ്ഥാനമായി വേണ്ടത് ശ്രദ്ധയും ആത്മാർപ്പണവുമാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കുക. പ്രവർത്തികൾ ധൈര്യത്തോടെ ചെയ്യുക. Capricorn, ഫൈനാൻസ്. ധർമ്മസ്ഥാപനങ്ങൾക്ക് ഇന്ന് ഗുണങ്ങളുണ്ടാകുന്ന ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് NGOകൾക്ക് ഗ്രാന്റ് അല്ലെങ്കിൽ സംഭാവന അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ എന്നിവയുടെ ഗുണങ്ങളുണ്ടാകും. അതിലുപരിയായി നിങ്ങൾ നിങ്ങളുടെ തിളക്കമാർന്ന പക്ഷേ വളരെ സമ്മർദ്ദമുള്ള ജോലി ഉപേക്ഷിച്ച് മാനവ സമൂഹത്തിനുപകാരമായ സേവനങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഇന്നത്തെ ദിനം നല്ലതാണ്. മുന്നോട്ടു പോകുക. Capricorn, ഹെൽത്ത്. ഇന്ന് വയറുവേദന നിങ്ങളെ ശല്യപ്പെടുത്തും. അതൊഴിവാക്കുവാനുള്ള മുൻകരുതലുകൾ എടുക്കുക. കൂടാതെ കണ്ണിനും ചില പ്രശ്നങ്ങളുണ്ടാകുമെന്ന് കാണുന്നു. അതിനെ അവഗണിക്കുന്നില്ലെന്നും ഒരു വിദഗ്ധനെ കാണുന്നുവെന്നും ഉറപ്പുവരുത്തുക. ശുഭവാർത്ത എന്തെന്നാൽ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ഉടൻ പുറത്തു കടക്കുന്നു എന്നതാണ്. Aquarius, ഓവർവ്യൂ. ചില സന്ദർഭങ്ങളിൽ ഉടനെ ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ സഹായം ലഭിച്ചുവെന്ന് വരില്ല. അങ്ങനെയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ മാനസികമായി തളർന്നുവെന്ന് വരാം. പക്ഷേ നിങ്ങൾ ഒന്നോർക്കുക, എല്ലാവർക്കും അവരുടേതായ പരിമിതികളുണ്ട്. ശരിയായ രീതിയിൽ വിലയിരുത്താതെ ആരുടെയും സ്വഭാവം തീർച്ചപ്പെടുത്തരുത്. മറിച്ച് എത്ര വലിയ വെല്ലുവിളികളെ നേരിടുവാനുള്ള കരുത്ത് തന്നിലുണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പ്രവർത്തിക്കുകയും വേണം. Aquarius, റൊമാൻസ്. നിങ്ങളൊരു രണ്ടാം വിവാഹത്തിന് തയ്യാറെടുക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് അതിനു പറ്റിയ ദിനമാണ്. ഇനിയൊരു വിവാഹം തനിക്കുണ്ടാകില്ലെന്ന വിഷമത്തിലായിരുന്ന നിങ്ങളെ തേടി അവിചാരിതമായ ഇടത്തിൽ നിന്നും പുതിയ പങ്കാളിയെത്തും. അവരെ വീണ്ടും ഒറ്റയ്ക്കായി കണ്ടെത്തിയ ഒരു സുഹൃത്ത് ഈ പ്രസ്താവവുമായി നിങ്ങളെ സമീപിക്കും. Aquarius, കരിയർ. ഔദ്യോഗിക രംഗത്ത് ഒരു ഉത്തേജനം ലഭിക്കാൻ സാധ്യതയുള്ള ദിനമാണിന്ന്. ഒരുപക്ഷെ ഒരു സ്ഥാനക്കയറ്റം. നിങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്നാൽ നിങ്ങളുടെ മേലാളർ നിങ്ങൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് കാലമായി നിരീക്ഷിക്കുകയായിരുന്നു. അവരതിനായി കുറച്ചു കാലമായി പിന്നണിയിൽ പ്രവർത്തിക്കുകയുമായിരുന്നു. നന്ദിയുണ്ടാകുക. കൂടുതൽ അധ്വാനിക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്തതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. Aquarius, ഫൈനാൻസ്. കൂട്ടുകച്ചവടത്തിൽ നിന്നും വിദേശ നിക്ഷേപത്തിൽ നിന്നും നല്ല ലാഭം പ്രതീക്ഷിക്കാം. നിങ്ങൾ ആരെങ്കിലുമായി, പ്രത്യേകിച്ചും വിദേശത്തുള്ള ആരെങ്കിലുമായി കൂട്ടുകൂടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചർച്ചകളുമായി മുന്നോട്ടു പോകുവാൻ പറ്റിയ സമയമാണ്. യാത്രയിലുള്ളവർ നിങ്ങളുടെ യാത്ര കൊണ്ട് നല്ല ഗുണങ്ങൾ വരുമെങ്കിലും പെട്ടെന്നുള്ള മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുവാൻ തയ്യാറാകുക. നിങ്ങളുടെ സ്ഥാപനത്തിന് ലാഭം നൽകിയേക്കാവുന്ന ഒരു പുതിയ ഉപഭോക്താവിനെ ലഭിച്ചേക്കാം. Aquarius, ഹെൽത്ത്. ഇന്നത്തെ ദിനം ശാന്തതയുടെയും ആത്മവിശ്വാസത്തിന്റെയും ആത്മസംനയത്തിൻ്റെതുമാണ്. നല്ല സ്വാസ്ഥ്യവും ആത്മവിശ്വാസവും തോന്നും. വൈകാരികമായ ഒരു ശാന്തതയും മാനസികമായ സ്വസ്ഥതയും ഇന്ന് നിങ്ങൾക്കുണ്ട്. ഈ അവസ്ഥയ്ക്ക് യോഗാഭ്യാസം അല്ലെങ്കിൽ ധ്യാനം എന്നിവയുടെ പിന്തുണ കൂടി നൽകി നോക്കൂ. ആന്തരിക ശാന്തിയുടെ വർധനവ് തീർത്തും കാണാറാകും. Pisces, ഓവർവ്യൂ. പഴയ കൂട്ടുകാർ സ്നേഹമുള്ള കൂട്ടുകാരാണ്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുന്നത് നിങ്ങൾ എത്രത്തോളം സ്വാഗതം ചെയ്യുന്നു എന്ന് ഈ ആളിനോട് പങ്കുവയ്ക്കുക. ഈ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. Pisces, റൊമാൻസ്. ഇന്ന് ജീവിതത്തിന്റെ നാനാവശങ്ങൾ നിങ്ങളെ പല വഴിക്കും വലിക്കും. അതിൽ ജോലിഭാരവും നിങ്ങളുടെ ബന്ധങ്ങളും ഉൾപ്പെടും. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് വിശിഷ്ടപ്പെട്ടതും പ്രാധാന്യമുള്ളതുമാണെന്ന് അവരെ അറിയിക്കുക. ഇത് നിങ്ങൾ ഇരുവർക്കും കൂടുതൽ സംതൃപ്തിയും സന്തോഷവും നൽകും. ജോലിയിലും വ്യക്തിജീവിതത്തിലും ഒരുപോലെ മാനസിക പിരിമുറുക്കമുണ്ടെങ്കിൽ ജോലിക്ക് നൽകുന്ന അതേ പ്രാധാന്യം നിങ്ങളുടെ പങ്കാളിക്കും നൽകുക. Pisces, കരിയർ. നിങ്ങൾ ഒരു ജോലിക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് അസൂയാർഹമായ പല അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യം വരുന്നതിലേക്ക് ചാടി വീഴാതെ സമയമെടുത്ത് എല്ലാ അവസരങ്ങളെയും വിശദമായി വിശകലനം ചെയ്യുക. എന്നിട്ട് ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക. Pisces, ഫൈനാൻസ്. ഷെയർ വ്യാപാരത്തിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് നല്ല ലാഭം ലഭിക്കും. ഈ ഭാഗ്യകാലം ഉപയോഗിച്ച് നല്ല അടിത്തറയുള്ള ചില വ്യാപാരത്തിൽ കൂടി ഏർപ്പെടുക. ഊഹാപോഹങ്ങളിൽ ചെന്ന് ചാടരുത്. ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. അതുമൂലം നിങ്ങളുടെ കീശയിൽ കുറച്ച് കാശ് വീഴുന്നത് നിങ്ങൾക്ക് കാണാം. Pisces, ഹെൽത്ത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ അനന്തരഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് തന്നെ ലളിതമായ ആഹാരത്തിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. നിങ്ങളുടെ ദഹന പ്രക്രിയ ശുദ്ധീകരിക്കുന്നതിനായി ധാരാളം വെള്ളം കുടിക്കുക. മദ്യം ഒഴിവാക്കുക. വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുക. പുറത്തു നിന്ന് വരുത്തുന്നത് ഒഴിവാക്കുക. എളുപ്പത്തിൽ നിങ്ങളുടെ ദഹന വ്യവസ്ഥ പൂർവ്വസ്ഥിതിയിലാകും.